പത്തനംതിട്ട വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനാമിക രേവതി വിളിച്ച് പറഞ്ഞതനുസരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അതിന് മുന്നേ തന്നെ നിൻ്റെ അനിയത്തീന് ഇതൊക്കെ ചെയ്തത് അവളും അവളെ ഫ്രണ്ട്സും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവയാനിയുടെ മുന്നിൽ വെച്ച് തന്നെ നയനനോട് വഴക്കുണ്ടാക്കുന്നുണ്ട്. എന്തായാലും നയന പോയി അനാമി പോയി കഴിയുമ്പോൾ നയനനോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ അനിയത്തി തന്നെയാണോ ഇത് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അറിയില്ല അമ്മേ, ചിലപ്പോൾ അവളുടെ സ്വഭാവം വെച്ച് ചെയ്തിട്ടുണ്ടാവും. കാരണം നിരപരാധിയായ എൻ്റെ അനിയത്തിയെ ജയിലിൽ അടയ്ക്കാൻ നോക്കിയില്ലേ. ഇന്ന് നന്ദു പോലീസിൻ്റെ ക്യാമ്പിന് പോകേണ്ടതല്ലേ, ഇനി ട്രെയിനിങ്ങിന് പോകേണ്ടതല്ലേ, അതെല്ലാം മുടക്കിയില്ലേ. അവൾ SI ആയി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പല സംഭവങ്ങളും വെളിച്ചത്താവും എന്നുള്ള കാര്യം അവൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അവൾ അച്ഛനും കൂടി കഴിഞ്ഞിട്ട് ഇത് ചെയ്തിട്ടുള്ളത്. അവൾ അച്ഛൻ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ എന്നൊക്കെ പറഞ്ഞ് ദേവയാനിയോട് ഉറച്ച മനസ്സോടുകൂടി തന്നെ നമ്മുടെ നയന പറയുന്നത്. അപ്പോൾ എന്തായാലും മനസ്സിലാവുന്നുണ്ട് ഇത് വേണുവിൻ്റെ തന്നെയാണ്, അല്ലാണ്ട് വേറെ ആരും പോളെ ഒറ്റ കൊടുക്കാൻ വഴിയില്ല എന്നൊക്കെ ദേവയാനിയും ആലോചിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അനാമിക അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ കണ്ട് വല്ലാത്ത വിഷമാവും. കേസ് കൊടുക്കാനും പോകാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ മോളെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ പഴയ കാര്യങ്ങളൊക്കെ കുത്തിപ്പോക്കും എന്നാണ് പറയുന്നത്. എല്ലാം വലിച്ച് പുറത്തിടുമെന്ന് പറഞ്ഞാൽ അവളെ പേടിച്ചേ പറ്റും മോളെ. അവൾ ചില്ലറക്കാരിയൊന്നല്ല. ആ മാതിരി അടീനെ അടിച്ചത് ഞങ്ങൾക്ക് എഴുന്നേൽക്കാനും കൂടെ പറ്റില്ല എന്ന് പറഞ്ഞാൽ അനാമികനോട് തന്നെ അവിടെ നിൽക്കാൻ പറയുന്നത്. അച്ഛനമ്മയ്ക്ക് നല്ല ചതവ് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നീട് നന്ദുവിനെ കാണാൻ അനാമിക ചെല്ലുന്നുണ്ട്. ഫോൺ വിളിച്ച് വരുത്തിക്കുന്ന തന്നെയാണ്. എന്നിട്ട് പറയാതേടി ഞാൻ തന്നെയുണ്ട് ചെയ്തത്, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും നീ എന്നെയും ചെയ്യടി എന്നൊക്കെ പറഞ്ഞ് അനാമിക നന്ദുവിനായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്. എൻ്റെ ജോലി കളയാനല്ലേടി നീ നോക്കിയത്, ഞാനിന്ന് പോലീസ് ക്യാമ്പിൽ ട്രെയിനിങ്ങിന് പോകേണ്ടതല്ലേ, നിൻ്റെ അച്ഛനൊരു കാരണമില്ലാണ്ടല്ലേ അത് മുടക്കിയത്. അവനെയും അവിടെ റോഡിൽ വരുത്തിയതും ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ നിൻ്റെ അച്ഛനാണെന്ന് എനിക്ക് മനസ്സിലായടി. അതുകൊണ്ട് ഉണ്ട് നിൻ്റെ പോലെ ഞാൻ പറയല്ലടി, പറഞ്ഞാൽ ഞാൻ പ്രവർത്തിക്കുകയും ചെയ്യും. കണ്ടില്ലേ അച്ഛൻ്റെ അമ്മയുടെയും ശരീരം ചതഞ്ഞിരിക്കുന്നത്. ഇനി എന്നെയോ എൻ്റെ ചേച്ചിമാരെയോ ഉപദ്രവിക്കുക നീയോ നിൻ്റെ അച്ഛനോ അമ്മയോ വന്നിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും വലിയതായിട്ടായിരിക്കും ഓടി കിട്ടുന്നത്. ഇനി എനിക്ക് പോലീസും കേസൊന്നും ഒരു പേടിയല്ലടി എന്നും പറയുന്നുണ്ട്. അതിന് ശേഷമാണ് പിന്നെ നയനയ്ക്ക് ആ ഫങ്ഷൻ്റെ സ്വീകരണവും നല്ല ഡിസൈനർക്കുള്ള അവാർഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴാണ് അമ്മയുടെ കാര്യങ്ങൾ നമ്മുടെ നയന വെളിപ്പെടുത്തുന്നത്. എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് കരൽ കൊടുത്ത പെൺകുട്ടി ആരിടുന്നും ആ പെൺകുട്ടിയെ അമ്മ ജീവൻ തുല്യം സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ നയന ആ വേദിയിൽ വെച്ച് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ദേവയാനിക്ക് സങ്കടം കൂടി പൊട്ടിക്കരഞ്ഞ് കഴിഞ്ഞിട്ട് മരുമോളെ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. ആ കാഴ്ച എന്തായാലും അനന്തപുരിയിൽ അറിയുന്നുണ്ട്. അനന്തപുരിക്കാർക്ക് അതൊരു ഷോക്കായിരുന്നു. കാരണം ജാനകിക്കും ജലജയ്ക്കും ഒക്കെ ബാക്കി എല്ലാവർക്കും അറിയാമെങ്കിലും ജാനകി ജലജ അങ്ങനെ കുറച്ച് പേർക്ക് അറിയില്ലായിരുന്നു. ബ്ലഡ് കൊടുത്തതും അതുപോലെ തന്നെ കരൾ കൊടുത്തതും നമ്മുടെ ദേവയാനിക്ക് സ്വന്തം മരുമോളായി വെറുക്കുന്ന അമ്മായിയമ്മ വെറുക്കുന്ന ആ മരുമോള് തന്നെയാണെന്ന് അറിഞ്ഞതോടുകൂടി ഞെട്ടണം അങ്ങോട്ട്. അവർക്ക് ആകെ അങ്ങോട്ട് ഷോക്കാവണം. കാരണം ഇപ്പോൾ ഏട്ടത്തിയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റം മനസ്സിലായത്. ഏട്ടത്തി അപ്പോൾ അവളെ സ്നേഹിക്കുന്നുണ്ട്, നമ്മളെ ചതിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേവയാനിയും ജലജയൊക്കെ ആകെ വിഷമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരോട് ചോദിക്കുമ്പോൾ അവരെല്ലാവരും സത്യമാണെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മൾ മാത്രം അറിയാണ്ടിരുന്നുള്ളൂ എന്ന് പറയും. എല്ലാവരെക്കാളും കൂടുതൽ ഷോക്കാവുന്ന അനാമികയ്ക്ക് ഇനി വല്യമ്മ സ്വന്തം മരുമോളെ സ്നേഹിക്കുന്നത് നമ്മുടെ മുന്നിൽ വെച്ച് സ്നേഹിക്കും, ഇത്രയും നാളും അഭിനയിക്കുകയായിരുന്നു എന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സത്യം അനന്തപുരിയിൽ അറിയപ്പെടുകയാണ്.